വേനൽ മഴയും കഴിഞ്ഞില്ല. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷം. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ വിവിധ ബ്ലോക്കുകളിൽ കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ്. പുഴയുടെ നടുക്ക് കുഴികുത്തിയും മറ്റും കുടിവെള്ളം ഉൾപ്പെടെ ശേഖരിക്കുന്ന അവസ്ഥയാണ് മേഖലയിലുള്ളത്. ജലനിധി പദ്ധതി എല്ലാ ബ്ലോക്കുകളിലും ഉണ്ടെങ്കിലും ഇവയൊന്നും പ്രവർത്തനക്ഷമമല്ല. മുൻ വർഷങ്ങളിലെല്ലാം ഗ്രാമപഞ്ചായത്തും TRDM-ഉം വാഹനങ്ങളിൽ കുടിവെള്ളം എത്തിച്ചിരുന്നു. ഈ വർഷം ഒരറിയിപ്പുമില്ലാതെ ഒരു ദിവസം മാത്രം കുടിവെള്ളം എത്തിച്ചതായി 13-ാം ബ്ലോക്കിലെ താമസക്കാർ പറയുന്നു. ഇതാകട്ടെ മെയിൻ റോഡിലൂടെ മാത്രം വാഹനം കടന്നു പോവുകയും കുടുംബങ്ങൾക്ക് ആവശ്യത്തിനുള്ള വെള്ളം നൽകാതെയുമാണെന്നും ഇവർ പറയുന്നു. മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ ആവശ്യമായ നടപടി അധികൃതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകണമെന്നാണ് പ്രദേശത്തുകാരുടെ ആവശ്യം. കഴിഞ്ഞ ദിവസം വെള്ളം വണ്ടി വന്നെന്ന് പറയുന്നു. നമുക്ക് വെള്ളം അന്ന് മോൻ വീട്ടിൽ ആ സമയത്ത് നാട്ടിൽ നിന്ന് വന്നതുകൊണ്ട് 2 കനാസിനകത്ത് വെള്ളം പിടിച്ചു വെച്ചു. പിന്നെ ഞങ്ങൾ ടാങ്കൊക്കെ വൃത്തിയാക്കി വെച്ചിട്ട് ഇപ്പോൾ ഈ 2-3 പേരുള്ള അടുത്തൊന്നും ഈ വെള്ളം ഈ ചെറിയ കുറ്റിക്കകത്തൊക്കെ വെള്ളം തന്നാലും നമുക്ക് അതാവൂല. അപ്പം പിന്നെ വലിയ നമുക്ക് ടാങ്ക് കിട്ടിയിട്ടുണ്ടല്ലോ, ആ ടാങ്കെല്ലാം വൃത്തിയാക്കി വെച്ചിട്ട് ഞങ്ങൾ 2-3-4 ദിവസമായി നോക്കി നിൽക്കുന്നു വെള്ളം വണ്ടി വരും. നമുക്ക് ഇത് വണ്ടി വരുന്ന തന്നെ നോക്കി നിൽക്കാനും നമുക്ക് സമയമില്ല. നമുക്ക് പല പണികളും വാഴക്കൃഷിയുണ്ട്, എല്ലാ കാര്യങ്ങളും പറമ്പിലോട്ടൊക്കെ പോകുമ്പോൾ നമ്മളവിടെ ഉണ്ടെങ്കിൽ തന്നെ റോഡിൽ കൂടെ വെള്ളം വണ്ടി പോകുന്നതല്ലാതെ ഒന്ന് നമ്മൾ വിളിച്ചാൽ പോലും നോക്കൂല, വണ്ടി അങ്ങ് പോകുന്നു കാണും. ആദ്യമേ അങ്ങനെ ഞാൻ മനസ്സിലാക്കിയത് ഇവിടെ വണ്ടി വരാൻ തുടങ്ങിയിട്ടുണ്ടെന്നുള്ളത്. ഒരറിയിപ്പില്ലാതെയാണ് വെള്ളം വണ്ടി വന്നത്. അങ്ങനെ ഓണടിച്ച് മീൻ വണ്ടി വരുന്ന പോലെ ഓണടിക്കുന്ന കേട്ട് തെരുതെരെ ഓണടിക്കുന്ന കേട്ടിട്ടാണ് റോഡ് സൈഡിലുള്ള ആൾക്കാരൊക്കെ ഇറങ്ങി നോക്കുന്നത്. ഇറങ്ങി നോക്കുമ്പോൾ വെള്ളം വേണോ എന്ന് വണ്ടിക്കാർ ചോദിക്കുന്നു. നമുക്കൊരു പാത്രം എടുത്ത് വെക്കാനോ ഉള്ള സമയമില്ല. ആ വെള്ളം വേണം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് വെള്ളമുണ്ട്, അടുത്ത വീട്ടിൽ വെള്ളം വേണം എന്ന് പറയുമ്പോഴത്തേന് ഞങ്ങൾ തിരിച്ചു വരുമ്പം തരാമെന്ന് പറഞ്ഞു. തിരിച്ചു വരുമ്പോൾ ഒരു മൈൻഡും ഇല്ലാതെ ഒരു ഓണടിക്കൊന്നുമില്ല, നിർത്തുന്നുമില്ല. തിരിച്ച് അങ്ങോട്ടേക്ക് പോയി ഒരു 5 മിനിറ്റ് കഴിയുമ്പോഴത്തേന് തിരിച്ച് ഈ വണ്ടി പോയി. ഒരാൾക്കും വെള്ളം കൊടുത്തില്ല. പിന്നെ കറങ്ങി 2ാമത്തെ ട്രിപ്പ് ഇവർ വന്നു. എങ്കിൽ അങ്ങനെ പോകുമ്പോൾ ഇവർക്ക് പറയാം ഞങ്ങൾ ഒരു ട്രിപ്പും കൂടെ വരുന്നുണ്ട്, പാത്രമൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചോ എന്ന് പറയാം. ഇത് ഒരറിയിപ്പില്ലാണ്ട് ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ നമ്മളെ ഇവിടെയുള്ള ആൾക്കാർ എങ്ങനെ അറിയുന്നത്? പഞ്ചായത്തിന്റെ വെള്ളമാണ് കൊണ്ടുവരുന്നത്. ഒരു പ്രൊമോട്ടർമാരായിട്ടോ അല്ലെങ്കിൽ ഒരു രീതിയിലുള്ള വിവരവും നമ്മളെ സാധാരണക്കാർക്ക് തന്നിട്ടില്ല. അത് ഈ മെയിൻ റോഡിലൂടെ ഇങ്ങനെ കറങ്ങി തിരിഞ്ഞു പോകുന്നതല്ലാതെ ഒരിടവഴിയിലേക്ക് പോകുകയോ അല്ലെങ്കിൽ ഉള്ളിലേക്കുള്ള കുടുംബങ്ങൾക്ക് വെള്ളം കൊടുക്കുകയൊന്നും ചെയ്തിട്ടില്ല. വേനൽ മഴ തകൃതിയായി പെയ്യുന്നുണ്ടെങ്കിലും കുടിവെള്ളക്ഷാമം അതിരൂക്ഷമായി തുടരുകയാണ് ഇവിടെ. ആറളം ആദിവാസി പുനരധിവാസ മേഖലയിലെ 13-ാം ബ്ലോക്കിലെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. കുടിവെള്ളത്തിനായി പഞ്ചായത്തിലും TRDM അധികൃതരെയും വിവരം അറിയിച്ച് കുടിവെള്ളം ഇവിടെ വിതരണം ചെയ്യുന്നുണ്ട് എന്ന് പറയപ്പെടുന്നു. എന്നാൽ ഇവരുടെ പരാതി ഒരറിയിപ്പുമില്ലാതെ ഏതോ സമയങ്ങളിൽ കുടിവെള്ള വണ്ടി ഇവിടെ എത്തുകയും ആവശ്യത്തിന് വെള്ളം നൽകാതെ അവർ മടങ്ങിപ്പോവുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇവരുടെ ഒരു പരാതി. എന്തായാലും ഈ ജലക്ഷാമം പരിഹരിക്കുന്നതിനായി അടിയന്തര നടപടി സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ്. ഈ മേഖലയിലെ കുടിവെള്ളക്ഷാമം പരിഹരിക്കാൻ കൂടുതൽ വെള്ളം അറിയിപ്പ് നൽകിക്കൊണ്ട് ഓരോ കുടുംബങ്ങൾക്കും എത്തിക്കുന്നതിന് വേണ്ടി മെയിൻ റോഡിലൂടെ മാത്രം പോകാതെ ഇടറോഡിലൂടെയും പോയി അവിടെയെല്ലാം താമസിക്കുന്ന ആളുകൾക്ക് കുടിവെള്ളം എത്തിക്കുന്നതിന് വേണ്ടിയുള്ള നടപടി TRDM അധികൃതരോ പഞ്ചായത്ത് അധികൃതരോ നടപ്പാക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. അത് ന്യായമാണ് താനും. ആർലഫാം 13-ാം ബ്ലോക്കിൽ നിന്നും KB ഉത്തമൻ, ഏജന്റ് ന്യൂസ്. ഓരോ നിർമ്മിതികളിലും വ്യത്യസ്തതയുണ്ട്. അവ ഓരോന്നും കൂട്ടിയോജിപ്പിക്കുവാൻ വർഷങ്ങളുടെ പാരമ്പര്യമുള്ള ഒരു നാമമുണ്ട്: വുഡ്മാർട്ട്. സോഫ സെറ്റ്, ബെഡ്റൂം സെറ്റ്, ഡൈനിങ് ടേബിൾ സെറ്റ്, വാർഡ്രോബ് ആൻഡ് കോട്ട്, ഫാൻസി ലൈറ്റ് തുടങ്ങി ഒറ്റ നിലയിൽ നോക്കത്താ ദൂരത്ത് ഫർണിച്ചറുകളുടെയും ഏറ്റവും വലിയ വ്യാപാര സമുച്ചയം. വുഡ്മാർട്ട്, എഡു റോഡ്, മാടത്തിയിൽ, ഇരട്ടി റോഡ്, മട്ടന്നൂർ. മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ A Channel. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ 9447691771 9074215391. നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജന്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.